1998 രഞ്ജിത്തിന്റെ തിരക്കഥയിൽ കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് കൈക്കുടന്ന നിലാവ്. ജയറാമിനെ കേന്ദ്ര കഥാപാത്രമാക്കിയെത്തിയ ഈ സിനിമയിൽ ജയറാം ഒരു കഥാപാത്രത്തിന് ശബ്ദം നൽകിയിട്ടുണ്ട്. ആർക്കാണെന്നല്ലേ കണ്ടുവച്ചു തരാം. കിടക്കയില് മൂത്രമൊഴിക്കണേന് മരുന്നുണ്ട്. ആടലോടകത്തിന്റെ അല്ല, ചിറ്റാമൃതവള്ളി, കുറുന്തോട്ടി വേര്, ഇല്ലം കെട്ടിയല, 2 മണിക്കടുകും 2 ചുവന്നുള്ളി ഇവ സമം ചേർത്ത് അരച്ച് ഉരുട്ടിയെടുത്ത് എരുമനെയ്യിൽ മേമ്പൊടി ചേർത്ത് കഴിച്ച മൂത്രം ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിൽക്കും. സുരേഷ് ഗോപിയെ നായകനാക്കി 2001 രാജസേനൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മേഘസന്ദേശം. ആ സിനിമയില് നെപ്പോളിയന് വേണ്ടിയിട്ട് കൊല്ലം സിറാജാണ് ശബ്ദം നൽകിയിരിക്കുന്നത്. സോ ഇനി അവളെ കാണണമെങ്കിൽ നമ്മളൊരു പുതിയ ഗെയിം പ്ലാൻ ചെയ്യേണ്ടി. ഐ മീൻ ഒരു ചെറിയ ഇര കാട്ടി വലിയ ഇരയെ പിടിക്കുന്ന അതേ ഫോർമുല. മനസ്സിലായില്ല? പറയാം. റോസിയുടെ ആത്മാവിനെ നിങ്ങളെ സ്വന്തമാക്കണമെങ്കിൽ അഞ്ജലി ഇല്ലാതാകണം. ദാറ്റ് മീൻസ് നമ്മൾ അഞ്ജലിയുടെ ജീവൻ കാഴ്ചവെച്ചാൽ എവിടെയാണെങ്കിലും റോസി പറന്നു വരും. ബ്ലസ്സി മോഹൻലാൽ കൂട്ടുകെട്ടിൽ 2011 പുറത്തിറങ്ങിയ ചിത്രമാണ് പ്രണയം. അനുപം ഖോറിന് വേണ്ടിയിട്ട് ശബ്ദം നൽകിയിരിക്കുന്നത് റിസർവ് ബാബയാണ്. അച്ഛന്റെ മുഖം കണ്ടിട്ട് പ്രശ്നമൊന്നുമില്ലാന്ന് തോന്നുന്നു. കാര്യങ്ങള് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണ പോലെയല്ലേ അനുസരിക്കണമെന്ന് പണ്ട് നമ്മൾ വാശി പിടിക്കാറില്ലേ? അതുപോലെയാ ഇപ്പൊ അവര് വലുതായപ്പോ മക്കള് പറയണത് അച്ഛനമ്മയും കേൾക്കണമെന്നൊക്കെ അവർക്കും ഒരു വാശി കാണും. കാതൽ 2023 ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രമാണ് കാതൽ. മമ്മൂട്ടിയും ജ്യോതികയും കേന്ദ്ര കഥാപാത്രമെത്തിയ ഈ സിനിമയിൽ ജ്യോതികയ്ക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് ജോമോളാണ്. കന്യയുള്ള രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ. 2016 സിദ്ദിഖ് ലാലിന്റെ തിരക്കഥയിൽ ദിലീപിനെ നായകനാക്കി ലാൽ സംവിധാനം ചെയ്ത ചിത്രമാണ് കിങ് ലെയർ. ഈ ചിത്രത്തിൽ മുൻഷി വേണു ഒരു ചെറിയ പോർഷൻ ഡബ് ചെയ്തിട്ടുണ്ട് മറ്റൊരു കഥാപാത്രത്തിന്. ആർക്കാണെന്നല്ലേ കണ്ടുവച്ചത്. എന്താ മോളെ, എന്ത് പറ്റി? ആരായിരുന്നത്? ഏത്? അല്ല, എന്താ മോളെ ചോദിച്ചാള്? പുതുവളുടെ ഗുണ്ടയാ? നിന്റെ ശ്രദ്ധ വേറെ ആൾക്കാരിലാണ്. പണ്ട് മുതലേ നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു ശബ്ദം, അതെ, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ശബ്ദമാണെന്ന് കരുതിയ ഒരു ശബ്ദം, അനീഷ്. മാൽഡീവ്സ് എന്ന കൊച്ചു രാജ്യത്ത് സഞ്ചാരം തുടരുകയാണ്. തലസ്ഥാനമായ മാലയിലാണ് ഞാനിപ്പോൾ. 1999 അന്നത്തെ പ്രസിഡന്റ് അബ്ദുൽ ഗയൂം അനാച്ഛാദനം ചെയ്ത സ്വാതന്ത്ര്യ സ്മാരകമാണിത്. മറ്റൊരു വീഡിയോയുമായി വരുന്നിടം വരെ കാണാം, കാത്തിരിക്കാം, കണ്ടുമുട്ടാം.